ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റായിട്ട് എങ്ങനെയാണ് ചാള വറുക്കാന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ചാള വറുക്കാനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കാം. എന്നാലും ഇതിൻ്റെ ആ ഒരു പ്രത്യേക മസാലക്കൂട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാളംപുളിയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം എടുത്തിട്ടുള്ള ജ്യൂസാണിത്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരാണ് നല്ലത്. അതുപോലെ മീനൊക്കെ വറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുളി ജ്യൂസാണ് നല്ല ടേസ്റ്റ് തരിക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പൊന്ന് കൂടി നിൽക്കണം. അപ്പോഴാണ് നമ്മൾ മീനെല്ലാം വറുത്ത് വരുമ്പോൾ മീനിൽ കറക്റ്റ് ഉപ്പായി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഒരു 10 ചാള നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാല എല്ലാം ഇതിൽ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല പലിഞ്ഞാനൊക്കെയുള്ള ചാളയാണ്, നല്ല ടേസ്റ്റാണ് ഇത് വറുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ മസാലയെല്ലാം നന്നായി ഒന്ന് പരട്ടി കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം മീനിൽ നന്നായി പരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനുശേഷം വറുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മീൻ മുങ്ങി നിൽക്കുന്ന അത്രയും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഓയിലൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേലേക്ക് 2 തണ്ട് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീനെല്ലാം വറുത്ത് വരുമ്പോഴേക്കും ഈ കറിവേപ്പിലയുടെ മണം കൂടി ആകുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. മീനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ചാള വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും മുരിഞ്ഞാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടിയും നന്നായി മുരിഞ്ഞതാണ് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടിയും മുരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.